morning all. Today we are discussing about the topic is first aid. നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് അല്ലേ, അതായത് ആ സ്പോട്ടിൽ കൊടുക്കുന്ന ഹെൽപ്പാണ്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്, or it is not a ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഇനിഷ്യൽ സ്റ്റേജിൽ, അതല്ലാതെ അതൊരു ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് refers to the initial assistance or treatment provided to someone who is injured or suddenly unwell before professional medical help arrives or until the person can receive more advanced care. Knowing basic first aid can save lives and prevent minor injuries from occurs. നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇത് നമുക്ക് ചെറുതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊരു അവരുടെ ലൈഫിനെ തന്നെ സേവ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ല, പക്ഷെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്നൊരു സപ്പോർട്ട് മാത്രമാണിത്. പക്ഷെ അതുകൊണ്ടിട്ട് നമുക്കൊരു ലൈഫിന്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഹെൽപ്പ് കൊടുക്കുന്നതിലൂടെ അവർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ, അതായത് ഒരു സിവിയർ എന്ന രീതിയിലേക്ക് പോകുന്നതിൽ നിന്നും നമുക്കിവരെ തടയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലൈഫിനെ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്ത് ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Stay calm. It is crucial to remain calm and composed to assess the situation clearly. Ensure safety. Make sure the area is safe for both the victim and yourself. Assess the situation. Quickly check the person's condition. Look for obvious injuries and ask them questions if they are conscious. Call for help. In case of serious injuries or conditions, call emergency services immediately. Provide care within your limits. Only provide treatment that you are trained to do. Don't attempt advanced procedures if you are unsure. ഒരിക്കലും ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് നെർവസ് ആയിട്ടിരിക്കുമ്പോഴോ ടെൻഷനിലായിരിക്കുമ്പോഴോ ചെയ്യരുത്. അത് ആ ഒരു സിറ്റുവേഷനെ വേഴ്സ് ആക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് CPR കൊടുക്കുക. ഈ CPR കൊടുക്കാൻ നമ്മൾ എന്തായിരിക്കണം, നമുക്കറിയാമെങ്കിൽ മാത്രം, അതല്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ CPR കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് എത്താൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. അതല്ലെങ്കിൽ ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ പേഴ്സണെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ്. CPR കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണേന്ന് നോക്കാം. ഇഫ് എ പേഴ്സൺ ഈസ് അൺകോൺഷ്യസ് ആൻഡ് നോട്ട് ബ്രീത്തിങ് ഓർ നോട്ട് ബ്രീത്തിങ് നോർമലി, ഇപ്പോൾ ഒരു പേഴ്സൺ അൺകോൺഷ്യസ് ആയിരിക്കുകയോ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാതിരിക്കുകയോ സമയത്താണ് നമ്മളിത് കൊടുക്കേണ്ടത്. അഡൽട്സിനെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ചെക്ക് ഫോർ റെസ്പോൺസീവ്നെസ്. ജെന്റലി ഷേക്ക് ദ പേഴ്സൺ ആൻഡ് ഷൗട്ട് ടു സീ ഇഫ് ദേ റെസ്പോണ്ട്. Call for help. If there is no response, call emergency services and ask someone to get an AED, automated external defibrillator. Chest compression. Place your hands one on top of the other in the center of the chest. Press down hard and fast, at least 2 inches deep at a rate of about 100 to 120 compressions per minute. Rescue breathing. If trained, after every 30 chest compressions, give 2 rescue breaths. Continue until help arrives or the person begin to breathe again. അപ്പോൾ നമ്മൾ ഈ CPR ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ നല്ല വെൽ ട്രെയിൻഡ് ആണെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മളവരെ റെസ്പോൺസും കൂടി ചെക്ക് ചെയ്യുക. അവർ ഏത് സ്റ്റേജിലാണ്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ഒരു CPR കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്.
എയ്ഡ് യൂണിറ്റ് ഇൻ സ്കൂൾ. എന്താണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്? അല്ലെങ്കിൽ എന്തിനാണ് സ്കൂളിൽ, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്? സ്കൂളിൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഗ്രോത്തിങ് സ്റ്റേജും കൂടിയാണ്. ആ ഒരു സമയത്ത് പല രീതിയിലുള്ള ചേഞ്ചസ് വരും. അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ എന്താണ്, എങ്ങനെ വേണമെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് കൂട്ടിയിടിക്കലോ അല്ലെങ്കിൽ തട്ടി വീഴുക, അങ്ങനെ ഏത് രീതിയിലായാലും ചെറിയ ചെറിയ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലൊരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു മൈൽഡിൽ നിന്ന് സിവിയറിലേക്ക് ആവാതിരിക്കാൻ കൂടി സ്കൂളിലെ ടീച്ചേഴ്സോ ഒക്കെ ആരെങ്കിലുമൊക്കെ തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയുന്നവർ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തവരായിരിക്കണം. ഇനി എന്തൊക്കെയാണ് അതിൽ ഐറ്റംസ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ആൻറ്റിസെപ്റ്റിക് ക്രീം, antiseptic lotion, cotton wool, roller bandages, triangular bandages, tape, scissors, splinter, olive oil, iodine, carbolic acid, tissues, salt, sodium bicarbonate, needles, safety pin, vinegar, brush, gloves, iPad, ഐ ഷീൽഡ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അത് ഓരോ സ്കൂളിനെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും. അതല്ലെങ്കിൽ ഓരോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കിറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മെറ്റീരിയൽസ് അടങ്ങിയത്, അങ്ങനെ പല രീതിയിൽ ഇതുണ്ട്. എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ടു പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ടൈം ഓഫ് need, to collect all the first aid materials, to remove the cause of injury of the patient, to stop bleeding from wound, to check the respiration of the patient and to restart it by artificial methods, to cover the wound of injured, to maintaining the temperature of the patient at normal level. When first aid is necessary and how? ഒരു 5 സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് നെസസറി ആയിട്ടുള്ളത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫെയിൻറ്റിങ്. വെൻ ദ ബ്രെയിൻ ഡസ് നോട്ട് ഗെറ്റ് ആംബിൾ ബ്ലഡ് ആൻഡ് ഹേർട്ട് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, എ പേഴ്സൺ മേ ഫെയിൻറ്റ്. സംടൈംസ് സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി ക്യാൻ ഓൾസോ ബി കോസ് ഫോർ ഫെയിൻറ്റിങ്. ഫസ്റ്റ്, ദ ഫേസ് വിൽ ബിക്കം പെയിൻ. The speed of breathing will be decreased. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് person should be given fresh air, cold water should be sprinkled on the face, patient should be made to lie with feet raised than the head, cloth should be loosened. Next, injury, bleeding. When there is some injury or cut in the capillary artery or vein, there will be bleeding. എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചേർഡ് പാർട്ട് ഷുഡ് ബി റൈസ്ഡ് എബോവ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സ്കിൻ ഷുഡ് ബി റീഅഡ്ജസ്റ്റഡ് ആൻഡ് വാഷ്ഡ് വിത്ത് കോൾഡ് വാട്ടർ. ടിങ്ചർ ഓർ അയോഡിൻ ഷുഡ് ബി അപ്ലൈഡ് ആൻഡ് ബാൻഡേജ് tightly. Next hazard is snake biting. Most of the snakes are not poisonous, but even their bites bring about death on account of the shock. So it is very necessary to apply ഫസ്റ്റ് എയ്ഡ്. എപ്പോഴും എല്ലാ സ്നേക്സും പോയിസണസ് അല്ല, പക്ഷേ ആ കടിച്ചത് കൊണ്ടുണ്ടായ ഒരു ഷോക്ക് കൊണ്ടിട്ടും നമുക്ക് എന്തായിരിക്കാം ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ബാൻഡേജ് ഷുഡ് ബി യൂസ്ഡ് ടൈറ്റ്ലി എബോവ് ആൻഡ് ബിലോ ദ wound. The wound must be enlarged with clean and sharp-edged knife. This helps the poisoned blood to flow out. The patient should not be allowed to sleep. Next one, drowning. In such a case, the following steps are to be taken. The drowned person's face should be downward and feet should be raised. His waist should be pressed with both hands. The person should be dried up with warm towel or hot water bottle. Hot liquids should be given. Wet cloth should be removed and it should be loosened. Burns and scars. Person may get burns by fire, a piece of metal, or by current. Sometimes the burn is caused by boiled water, milk, etc. Then it is called scars. The burned
place should be washed by clean water. If the patient has fainted, try to bring him to the sense. Antiseptic ointment for burns should be applied. Coconut oil and clean water are also helpful in side burning. If the burn is serious, medical care is to be given. The first aider should be careful in deciding the nature or temporary treatment to be administered to the patient. He or she should have some essential qualities such as sympathy, gentleness, power of observation, resourcefulness, alertness, etc. He or she should be very prompt and quick to render help to victims. ഫസ്റ്റ് എയ്ഡറിന് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തതാണ് ഡ്യൂട്ടീസൊക്കെ പറഞ്ഞപ്പോൾ. എന്തായിരിക്കും നമുക്ക് ഒരു നല്ല പേഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് അവർക്ക് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ ലൈക്ക് സിമ്പതി, ജെൻറ്റിൽനെസ്, പവർ ഓഫ് ഒബ്സർവേഷൻ, റിസോഴ്സ്ഫുൾനെസ്, അലേർട്ട്നെസ് എക്സെട്ര. അതായത് നമുക്ക് ആർക്കും പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം.